ജനകീയ സർവേയുടെ റിസൾട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ആദ്യഘട്ടത്തിലെ റിസൾട്ട് MLA-മാരുടെ പെർഫോമൻസിനെ വിലയിരുത്തുകയായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചു. ആദ്യ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയം എന്തായിരിക്കും? രണ്ടാമത്തത്, ഈ മന്ത്രിസഭയിലെ മികച്ച മന്ത്രിയാര്? രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഏറ്റവും സുപ്രധാന വിഷയം. റിസൾട്ട് ഓൺ സ്ക്രീൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കൊടുത്തത് പ്രേക്ഷകർ കാണുന്നു. അതിൽ ഏറ്റവും ഉയർന്ന സ്കോർ വികസനത്തിനാണ്. 36.18% ആളുകൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിനെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാന വിഷയം വികസനമായിരിക്കും എന്നുള്ളത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. വികസനം എന്ന് പറയുമ്പോൾ വികസനം ആണോ വികസനമില്ലായ്മയാണോ എന്ന് കൂടിയുണ്ട്. വികസനമാണ് വിഷയം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വികസനമാണ് വിഷയം. അത് LDF-നെ സംബന്ധിച്ച് വളരെ വളരെ ആശ്വാസം നൽകുന്ന കണക്കാണ്. UDF-നെ സംബന്ധിച്ച് അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന കണക്ക്. അതാണ് പറഞ്ഞത്, വികസനമില്ലായ്മ എന്നതും അതിൽ വരാം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വികസനമില്ലായ്മ എന്നുള്ളത് പ്രതിപക്ഷം പോലും കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നത് ഓർമ്മിക്കണം. പ്രതിപക്ഷമല്ലല്ലോ, ജനങ്ങളല്ലേ. അല്ലല്ല, അത് ജനങ്ങൾക്ക് കിട്ടോ. വികസനമാണ് വിഷയം. വികസനമാണ് വിഷയം. വികസനമാണ് വിഷയം. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. രണ്ടു മുതൽ വരാം. ഏത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ക്ഷേമ പെൻഷനാണ് 15.13%. അതെന്തായാലും നെഗറ്റീവ് ആവാൻ വഴിയില്ലല്ലോ. അതുമാകാം. ക്ഷേമ പെൻഷൻ അതൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണോ എന്ന രൂപത്തിൽ ആലോചിക്കുന്നത്. അങ്ങനെ വരാം. എല്ലാം ആലോചിക്കും. അതൊരു ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. കൊള്ളയുടെ കാര്യത്തിൽ കൊടിമരമാണോ, ദേവസ്വം കോടതിയിലുള്ള കേസാണോ, കോടതിയിലുള്ള കേസാണോ, കോടതിയിലുള്ള കേസാണോ, വെറുതെ കേസാണോ, കെട്ടിച്ചമച്ച കേസാണോ എന്ന് ചോദിക്കാം. അല്ല, കോടതിയിലുള്ള കേസാണോ? ഒരിക്കൽ കൂടി ആ റിസൾട്ട് പ്രേക്ഷകരിലേക്ക്. തന്ത്രിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണോ എന്നൊക്കെ വരാം. അതെ, സ്വാഭാവിക എല്ലാവരും പുറത്തിറങ്ങിയ കേസാണോ? വർഗീയ പരാമർശങ്ങൾ 15.62%. വർഗീയ പരാമർശങ്ങൾ കുടപിടിച്ചവരെയാണ്. അതെന്താ? വെള്ളാപ്പള്ളി നടേശനെ കരുവാക്കിയത് ഇപ്പൊ ഈഴവ സമുദായത്തിലെ ആളുകളാണ് ഈ വോട്ട് എടുക്കുന്നില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തിയവർക്കെതിരെയുള്ള വിധി എഴുതായിക്കൂടെ? രണ്ടു വഴിക്ക് അഴിമതി 8.5%. ഇതെന്തായാലും ഭരണപക്ഷത്തിനെതിരായിട്ട് വരാൻ സാധ്യതയില്ല. അഴിമതി ഇല്ല. അഴിമതി ഇല്ല, അഴിമതി ആണ് വിഷയമെന്ന് ആകെ 8.6% പറയുന്നു. അഴിമതി ഇല്ലാതെ ഈ കണക്കിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്ന വിഷയം അടുത്ത സെറ്റ് വികസനം, ക്ഷേമ പെൻഷൻ, ശബരിമല സ്വർണ്ണക്കൊള്ള, വർഗീയ പരാമർശങ്ങൾ, അഴിമതി. ഇത് കൂടാതെ ഇനിയും ഉണ്ടായിരുന്നല്ലോ അല്ലേ? 2.35%. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച, വന്യജീവി പ്രശ്നങ്ങൾ 1.0%. സ്ഥാനാർത്ഥികളുടെ മികവ് 2.69%. ഇത് KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാവുന്നതിന് മുമ്പ് തീർന്ന സർവേയാണ്. മറ്റുള്ളവ 4.1%. അപ്പോഴും ഞങ്ങളിൽ എത്ര നിങ്ങളിൽ എത്ര എന്ന വാഗ്വാദമൊക്കെ ജനം കേട്ടതാ. അല്ല, പക്ഷെ അപ്പോഴും മാധു നോക്കൂ, ഈ സർക്കാരിന് ആശ്വസിക്കാവുന്ന അത് ഈ അഴിമതി 8.5% അല്ലേ? അഴിമതി 8.5% ആളുകൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായിട്ട് കണക്കാക്കുന്നുള്ളൂ. ഇതിനേക്കാൾ വലിയ ക്രെഡിറ്റ് ഒരു സർക്കാരിനുണ്ട്. 91% ആളുകളും പറയുന്നു അഴിമതി ഈ തെരഞ്ഞെടുപ്പിലെ വിഷയമേ അല്ല. 41. അതാണ് അതിനകത്തെ ഒരു ക്യാച്ചറാണ്. ഈ സർക്കാരിനെതിരെ ഒരു ജനത പറയുകയാണ്. 91.5% ആളുകൾ പറയുന്നു അഴിമതി ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമല്ല. അതിനേക്കാൾ വലിയ പിന്തുണ കിട്ടാനുണ്ടോ? മുഖ്യ വിഷയങ്ങൾ വേറെ ഉണ്ടെന്നുള്ള വികസനവും ക്ഷേമ പെൻഷനും 41% ആൾക്കാർ. നിങ്ങൾ ആ വോട്ട് ചെയ്യുന്നവർക്ക് വികസനം എന്നൊരു വിഷയമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. ആ വികസനവുമായി ബന്ധപ്പെട്ട വികസനമില്ലായ്മ എന്ന ആലോചനയിലും വോട്ട് ചെയ്യാമല്ലോ. ഈ ദേശീയപാതയിലൂടെ വരുന്ന മനുഷ്യര്, സംസ്ഥാന സർക്കാരിനുള്ള മാർക്ക് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഓരോ മണ്ഡലത്തിലെയുള്ള ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ മണ്ഡലത്തിൽ സവിശേഷമായ അവരുടെ വോട്ട് വിഷയം നൽകി കൂടി ഇതിനെ കണക്കാക്കാം. സംസ്ഥാന സർക്കാരിനുള്ള വോട്ട് എന്നുള്ള നിലയിൽ മാത്രം ഇതിനെ കണക്കാക്കാൻ കഴിയും. പക്ഷേ ഷഫീഖ് നോക്കൂ, 90,000 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് വിസിബിൾ അല്ലേ? പെരുമ്പളം പാലം കണ്ടിട്ട് വികസനമില്ല എന്ന് പറയാൻ പറ്റൂ? പെരുമ്പളം പാലം കണ്ടിട്ട് വികസനമില്ലെന്ന് പറയാൻ പറ്റൂ? ഈ തുരങ്കപാത കണ്ടിട്ട് വികസനമില്ലെന്ന് പറയാൻ പറ്റൂ? ഈ ദേശീയപാത കണ്ടിട്ട് വികസനമില്ലെന്ന് പറയാൻ? കേരളത്തിൽ വികസനമില്ലാതെ പ്രതിപക്ഷം പറയുന്നില്ല.
വികസനം എന്ന് അങ്ങനെയല്ല. പറയാൻ പറ്റുമോ? സർവേയിൽ പവർ കട്ട് ജനങ്ങളെ ഇല്ലായ്മ വികസനം എന്ന് ഏത് പറയാൻ പറ്റുമോ? വിഷയം എവിടെയാ? പറയൂ. എന്ന വിഷയമാണ്. വികസനമില്ലാത്തൊരു മേഖല പറയൂ. ശ്ശേ, ഇത് മാധു, manipulation. മാധു, ഞാൻ- കേരളത്തിൽ എനിക്ക് വികസനമില്ലാന്ന് പ്രതിപക്ഷം പറയുന്നില്ല. അതെ. എനിക്ക് പ്രതിപക്ഷം സംസാരിക്കാൻ പറയുന്നില്ല. പറയൂ. ഷെഫീഖ്, എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്? സർക്കാരിന് അനുകൂലമായ വികാരമാണോ പ്രതിപക്ഷത്തിന് അനുകൂലമായ വികാരമാണോ അത് ജനങ്ങളുടെ വികാരമാണോ? അതെന്ത് ചോദ്യം? അങ്ങനെ ചോദിക്കുക. അങ്ങനെ ചോദിക്കുക. സർവേ നടത്തിയ ആളോട് ചോദ്യം ചോദിക്കാം. അല്ല, ഇതിനകത്ത് വികസനം ഈ തെരഞ്ഞെടുപ്പ് വളരെ ഒരാൾ പ്രശ്നം ഒരാൾ പറയാം. വോട്ട് ചെയ്യാൻ ഒരു പ്രശ്നം പോകുന്ന പറയട്ടെ. സമയത്ത് ഒരു പ്രശ്നം പറയട്ടെ. ഒരു കാര്യമാണ്. ഒരു പ്രശ്നം പറയട്ടെ. അത് രാഷ്ട്രീയം കുത്തിത്തിരിക്കി വെക്കരുത്. ഒരു പ്രശ്നം നമ്മൾ മീറ്റ് എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്യുന്ന പോലല്ല. ഇത് ജനങ്ങൾ വോട്ട് ചെയ്ത കാര്യം നമ്മൾ അത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിനെ പോലീസ് പറയുമ്പോൾ ഇങ്ങനത്തെ വാദമായിട്ട് വരരുത്. അല്ലല്ല, അത് correct ആണ്. പറയാൻ പറ്റിയ സ്മൃതി, ഇത് നമ്മൾ ഡാറ്റ കൊടുത്തു, അതിനുശേഷം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ സംശയിക്കും. അല്ല, ഞാൻ സ്മൃതി പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്മൃതി പറയുന്നത് പോലെ 36% ആളുകൾ വികസനം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകുമെന്ന് പറയുമ്പോൾ അത് സർക്കാരിന് അനുകൂലമായിട്ട് അതെങ്ങനെ സർക്കാർ UDF MLA-മാരുടെ മണ്ഡലത്തിലെ വികസനം കൊണ്ടുവരില്ലേ? ആയിക്കോട്ടെ. ആണ്. അതായിരുന്നില്ല. അതെന്താ? അതെന്ത് വർത്താനാണ്? UDF MLA-മാർ അല്ല, UDF പെട്ടു. UDF അല്ലല്ലോ പെടാനൊന്നുമില്ല. UDF MLA-മാർ മണ്ഡലത്തിൽ വികസനം നടത്തിയെങ്കിൽ അത് ആരുടെ വികസനമാണെന്നോ? അത് ഞങ്ങൾ എടുത്ത് തരുന്നോണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. അത് ഔദാര്യത്തിന് അങ്ങനെയല്ല, കേരള സർക്കാരിന്റെ വികസനം. വികസനം എന്നുള്ളത് ഒരു വലിയ പദ്ധതികളിൽ മാത്രം കാണേണ്ടതല്ല. ഓരോ മണ്ഡലത്തിലും പ്രാദേശികരായ ആളുകളുടെ വോട്ട്. എനിക്കല്ലോ കൗണ്ടർ. ഡോക്ടർ അരുൺ നേരത്തെ CR മഹേഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രതിപക്ഷ MLA ആയിരുന്നിട്ട് പോലും കൊടുക്കുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞു. CR മഹേഷ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വോട്ട് കൂടി ഇതിനകത്ത് ഉണ്ടായേക്കാം എന്നുള്ളത് നമ്മൾ കണക്കാക്കണം. ഓരോ മണ്ഡലത്തിലെയും കിഫ്ബി പ്രോജക്റ്റുകളെ MLA-മാർ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? പ്രോജക്റ്റ് ഉള്ളതുകൊണ്ടാണ്. ആ മണ്ഡലത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ MLA-മാർക്ക് വികസനം? എന്താണ് ചോദ്യം? ഈ ഇലക്ഷനെ സ്വാധീനിക്കുന്ന വിഷയം. അതിനൊരു മിനിറ്റ്. മാധു ശാസ്ത്രീയമായ സർവേ ഫലം ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ ഒരു പാക്കറ്റ് ഉണ്ട്, എന്റെ ഒരു വിശകലനത്തിന്റെ പാക്കറ്റും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ഇല്ല മാധു, ഒറ്റ കാര്യം. ഒരു മിനിറ്റ് നോക്കൂ, ഈ ഒരു ഡാറ്റ സ്വയം സംസാരിക്കുന്നതല്ല. ആ ഡാറ്റയെ വിശകലനം ചെയ്യുമ്പോഴാണ് രണ്ടും. അത് ജനങ്ങളാണ് സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞു. സ്വയം സംസാരിച്ചതല്ല എന്ന്. വികസനം ഈ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പറയുമ്പോൾ വികസനം ഉണ്ട് എന്ന് പറയുന്നവരും വികസനം ഇല്ല എന്ന് പറയുന്നവരും സ്വാഭാവികമാണ്. കേരളത്തിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യം അനുസരിച്ച് ഇല്ല എന്ന് പറയുന്നവരല്ല. ഞാൻ ഇക്കണോമിക്സ് പഠിച്ച ഒരാളാണ്. വികസനം ഉണ്ട് ഇല്ല എന്ന് പറയുന്നവരല്ല സർവേയിൽ വരുന്നത്. വികസനം വിഷയമായി പരിഗണിക്കുന്നവരാണ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഇതിനകത്ത് വികസനവും ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ആർഗ്യുമെന്റിലാണെങ്കിൽ തന്നെയും സർക്കാരിന് അനുകൂലമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രണ്ട് വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അവിടെ രണ്ട് വിഷയങ്ങൾക്കകത്തുള്ള ആളുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായി ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ വോട്ട് പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങളിൽ വരികയാണെങ്കിൽ സർക്കാരിന് പ്രതികൂലമായി വരുന്ന വോട്ടുകൾ ധാരാളം വേർതിരിച്ച് കിടക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുണ്ട്, വർഗീയ പരാമർശങ്ങളുണ്ട്, അഴിമതിയുടെ കാര്യത്തിൽ. അല്ല, അതിൽ വർഗീയ പരാമർശങ്ങൾ 15% ആളുകൾ വർഗീയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം UDF ക്യാമ്പ് ഒന്നടങ്കം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്കം ഒന്നടങ്കമുള്ള വലിയ കാര്യം. ഈ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് കേരളത്തിൽ വലിയ വികസനം നടന്നു, കേരളത്തിൽ ക്ഷേമ പെൻഷൻ നല്ല രീതിയിൽ കൊടുത്തു എന്നുള്ളതാണ്. ഈ രണ്ട് വിഷയം 41% ആൾക്കാർ 51% ആൾക്കാർ അത് കണക്കാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഈ 51% ആൾക്കാർ ഈ രണ്ട് വിഷയം അനുകൂലമായി നിന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ആർക്ക് അനുകൂലമാണ്? സർക്കാർ അനുകൂലമല്ല, സംസ്ഥാന സർക്കാരിന്റെ. അല്ല, ഇത് ഓരോ ഈ ഇലക്ഷനെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളെ MLA-മാരുടെ കാര്യമാണ് വോട്ടിന്റെ വിഷയമാണ്. അത് സർക്കാരിനുള്ള വോട്ടല്ല, ഓരോ MLA-മാർക്കും ഉള്ള വോട്ടിലെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതിലേക്കാണ്.